അങ്ങനെ നമ്മൾ മൈസൂരെത്തി. മൈസൂർ പാലസിലേക്ക് പ്രവേശിച്ചു. ഞാൻ നിങ്ങളെ പറഞ്ഞിട്ട് ബോറടിപ്പിക്കണില്ല, നിങ്ങൾ കണ്ടു നോക്കിട്ടോ. കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക. സബ്സ്ക്രൈബൊക്കെ വളരെ കുറവാണ് നമ്മളെ ചാനലിന്. എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിച്ചാൽ അടിപൊളിയായി. അപ്പം ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കണില്ല, നിങ്ങൾ കാണിട്ടോ. ഇന്നലെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളൊരാളായിട്ട് ഇവിടെ എത്താൻ കഴിയുള്ളൂ. കണ്ടു നോക്കേ. ഇതൊക്കെ ഇപ്പം ഉണ്ടാക്കണം സ്റ്റൈലിന്. ഇതൊന്നും ഡമ്മില്ല കേട്ടോ, ഇതൊക്കെ ഒറിജിനലാണേ. ഒറിജിനൽ ബിരിയാണി സെറ്റപ്പുകളാണ്.
ഇത് കാർപ്പറ്റ് ഒന്നുമല്ല കേട്ടോ, എന്തൊക്കെ അസല് പെയിൻറ്റിങ് ആണ്. ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണല്ലേ. അങ്ങനെയല്ലേ, ഒന്ന് പുഞ്ചിരിക്കൂ, സ്മൈൽ. ഇതാ ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങനെ. അങ്ങനെ തന്നെ. ഈ ചുമരിൽ കാണുന്ന ഫോട്ടോസ് അല്ല കേട്ടോ, അതൊക്കെ അസല് പെയിൻറ്റിങ് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? രാജാ രവിവർമ്മ, സിദ്ധലിംഗസ്വാമി, കെ വെങ്കട്ടപ്പ, നമ്മുടെ മുൻഗാമികളാണ്. അവരുടെ കയ്യിൽ ഒത്തിണങ്ങിയിട്ട് വന്നിട്ടുള്ള പെയിൻറ്റിങ് ആണത്. അവരുടെ മുമ്പിൽ നമ്മൾ തല താത്തിയേ പറ്റൂ, അത്രയും നല്ല പെയിൻറ്റിങ് ആണ്. ഈ കാലഘട്ടത്തിലും ലോക രാജ്യങ്ങളുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാവുന്ന ഒരു കൊട്ടാരമാക്കി മാറ്റിയത് ഇതിന്. നമ്മളിപ്പോൾ ഈ കാണുന്ന അഴക് മാത്രമല്ല കേട്ടോ ഇതിന്. ഇതൊന്ന് ഇവിടെ കുറച്ചൊന്ന് വൈകുന്നേരം ഒന്ന് ഇരുട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് 1,00,000-ത്തിലധികം ലൈറ്റുകളുടെ ഒരു ഡെക്കറേഷൻ തന്നെ ഉണ്ട് ഇതിനകത്ത്. അത് കിട്ടി കഴിഞ്ഞത് വേറൊരു വിസ്മയമായിരിക്കും. നമ്മളൊക്കെ ഞെട്ടിപ്പോകും. ഉള്ളിൽ വേറൊരു വിസ്മയമാണ്. 1,00,000-ത്തിൽ പരം ലൈറ്റ്, 127 വർണ്ണങ്ങളിൽ ആണത് പ്രകാശിക്കുക. അപ്പോൾ വേറെ ഒന്ന് ചിന്തിച്ച് നോക്കി. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ വന്നിട്ട് കാണുക വേണം. എങ്ങനെ ഇവിടെ എത്താൻ നോക്കും കേട്ടോ. ഇതൊക്കെയാണ് പെയിൻറ്റിങ് കേട്ടോ. കൈകൊണ്ട് വരച്ച പെയിൻറ്റിങ് ആണ്. നമ്മൾ ക്യാമറയിൽ അത്ര ക്ലിയർ ഒന്നും കിട്ടില്ല നിങ്ങൾക്ക്. ഇവിടെ വന്നിട്ട് നമ്മൾ നേരിട്ട് കാണാൻ പറ്റും. അപ്പോഴാണ് നമുക്കിതിൻ്റെ ഗൗരവം അല്ലെങ്കിൽ ഇതിൻ്റെ ശരിക്കൊരു ആകർഷണം മനസ്സിലാവുള്ളൂ.
ഇതാണ് ഇതിൻ്റെ 4 കെട്ടിൻ്റെ അകത്തളം. ഇതിനൊരു ചരിത്രം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഗുസ്തി നടന്നിരുന്നു. ആ 4 കെട്ടിൻ്റെ അകത്ത്, ഈ 4 കെട്ടിൻ്റെ അകത്ത് ഇവിടെ ഗുസ്തി നടക്കും അന്നത്തെ കാലത്ത്, പഴയ കാലത്ത്. ജയിച്ചവർക്ക് ഭയങ്കര പാരിതോഷികവും സമ്മാനങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരാൾ ജീവനോടെ ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്സ്. ജയിച്ച ആൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കുട്ടികൾക്ക് വിവരമില്ലല്ലോ. കുട്ടികൾ ഈ കൊട്ടാരത്തിൽ വന്നിട്ട് ദോശ അമ്മച്ചിയെ ദോശ എന്ന് പറഞ്ഞപ്പോൾ എവിടെ തീർത്ത് കൊടുക്കാനാണ്? ഇവിടെ മുട്ടായിൻ്റെ കളാസ് പോലും മാറ്റാൻ പാടില്ലാത്ത സ്ഥലത്താണ്. വെള്ളക്കുപ്പി പോലും മാറ്റാൻ പാടില്ല. ചെരുപ്പിട്ട് കയറാൻ പോലും പാടില്ല. അത്രക്കും കെയറിലാണ് ഇവിടെ നിൽക്കുന്നത്. വഴിക്ക് വന്നിട്ട് ദോശ ദോശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കാണാണ്ടല്ലോ ഒറിജിനൽ ആനേൻ്റെ തലയാണ് കേട്ടോ. അന്നത്തെ കാലത്ത് അതൊക്കെ ചരിത്രങ്ങൾ മറ്റുള്ള യൂട്യൂബിൽ നോക്കിയാൽ മനസ്സിലാവും. ഒറിജിനലാണിത്. അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരികയാണ്. കെമിക്കലൊക്കെ പെയിൻറ്റിങ് മാതിരി അടിച്ചിട്ട് അത് ഒറിജിനൽ ആനത്തല 2 ഉണ്ട് ഒറിജിനൽ. അന്നത്തെ കാലത്ത് 2 ആന തല വെട്ടിയിട്ട് അവിടെ വെച്ചതാണത്. അതിപ്പോഴും നിലനിർത്തിയിട്ട് വരികയാണ്. ഞാനൊരു ഡെമ്മിയാണ് വിചാരിച്ചിട്ടോ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണെന്ന് വിചാരിച്ചിട്ട് ഇരിക്കണ്ട. ഒറിജിനൽ എന്ന് വെച്ചാൽ ഒറിജിനലാണ്. പിന്നെ ഇതിന് ഒരു ഭാഗം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാലൊന്ന് പ്രോത്സാഹിപ്പിച്ചോളൂ. ഓക്കെ, അടുത്ത ഭാഗത്തിൽ കാണാം. ഓക്കെ.